വളരെ ശക്തമായി വിശ്വസിക്കുന്ന ഒരു ദൈവവചനമാണ് ഹെബ്രായർ 4:12. ദൈവത്തിന്റെ വചനം സജീവവും ഊർജ്ജസ്വലവുമാണ്, ഇരുതല വാളിനേക്കാൾ മൂർച്ചയേറിയതും ചേതനയിലും ആത്മാവിലും സന്ധിബന്ധങ്ങളിലും മജ്ജയിലും തുളച്ചു കയറി ഹൃദയത്തിന്റെ വിചാരങ്ങളെയും നിയോഗങ്ങളെയും വിവേചിക്കുന്നതുമാണ്. എന്നാൽ ഈ ദൈവവചനം നമ്മുടെ ഹൃദയത്തിൽ പതിക്കണമെങ്കിൽ വിധക്കാരന്റെ ഉപമയിൽ പറയുന്നത് പോലെ, നമുക്കറിയാവുന്നതുപോലെ ഹൃദയം ഒരു നല്ല നിലമാണ്. അതുകൊണ്ടാണ് ഞാൻ ഒരു കാര്യം വിശ്വസിക്കുന്നത്, ദൈവം നമ്മുടെ ഹൃദയം തുറക്കുമ്പോൾ ദൈവം തന്നെ അത് നല്ല ഒരു വയലാക്കി മാറ്റുകയാണ്. 2 മക്കബായർ 1:4 ഇങ്ങനെ പറയുകയാണ്: തന്റെ കൽപ്പനകളും പ്രമാണങ്ങളും പ്രവേശിക്കാൻ അവിടുന്ന് നിങ്ങളുടെ ഹൃദയം തുറക്കുകയും നിങ്ങൾക്ക് സമാധാനം നൽകുകയും ചെയ്യട്ടെ. അപ്പൊ നമുക്കറിയാം, ദൈവത്തിന്റെ വചനം കേൾക്കണമെങ്കിൽ, ദൈവത്തെ പറ്റിയുള്ള കാര്യങ്ങൾ പറയുന്നത് നമ്മൾ സ്വീകരിക്കണമെങ്കിൽ ദൈവം തന്നെ നമ്മുടെ ഹൃദയം തുറക്കണം. എന്നാൽ എൻ്റെ ഒരു ബോധ്യം അനുസരിച്ച് നമ്മുടെ ഈ ഹൃദയം തുറക്കപ്പെടണമെങ്കിൽ അതിനു മുമ്പ് വേറെ 2 കാര്യങ്ങൾ തുറക്കപ്പെടണം. യെശയ്യാ 50:5 ഇങ്ങനെ പറയുകയാണ്: ദൈവമായ കർത്താവ് എന്റെ കാതുകൾ തുറന്നു, ഞാൻ എതിർക്കുകയോ പിന്മാറുകയോ ചെയ്തില്ല. അപ്പൊ ആരാണ് എന്റെ കാതുകൾ തുറക്കുന്നത്? ദൈവമായ കർത്താവ്. ഞാൻ എന്താണ് ചെയ്യേണ്ടത്? ഞാൻ എതിർക്കാൻ പാടില്ല, പിന്മാറാൻ പാടില്ല. അപ്പൊ ആദ്യം തുറക്കപ്പെടേണ്ടത് നമ്മുടെ കാതുകൾ തന്നെയാണ്. കാരണം ഈ ലോകത്തിൻ്റെതായ കാര്യങ്ങൾ കേട്ടിട്ട് നമ്മുടെ ഈ കാതുകളൊക്കെ മരവിച്ചിരിക്കുകയാണ്, അടഞ്ഞിരിക്കുകയാണ് ദൈവത്തിന്റെ കാര്യങ്ങൾക്കായിട്ട്. അതുകൊണ്ട് ഈ സമയം എന്നെ ശ്രമിക്കുന്ന എല്ലാ സഹോദരി സഹോദരന്മാരും എന്നോടൊപ്പം ഈ വചനം ഏറ്റുപറയട്ടെ. നമ്മുടെ കാതുകൾ തുറക്കപ്പെടട്ടെ. ഈശോ എഫ്ഫാത്ത എന്ന് പറയുമ്പോൾ നമ്മുടെ കാതുകൾ തുറക്കപ്പെടട്ടെ. നമുക്ക് ഒരുമിച്ച് വിശ്വാസത്തോടു കൂടി ഈ വചനം ഏറ്റുപറയാം. യെശയ്യാ 50:5. ദൈവമായ കർത്താവ് എന്റെ കാതുകൾ തുറന്നു, ഞാൻ എതിർക്കുകയോ പിന്മാറുകയോ ചെയ്തില്ല. അപ്പൊ ഈ നിമിഷങ്ങളിൽ നമ്മുടെ കാതുകൾ തുറക്കപ്പെട്ടിട്ടുണ്ട്. ഇനി കാതുകൾ തുറന്നു കഴിഞ്ഞിട്ട് അടുത്തത് തുറക്കേണ്ടത് എന്തായിരിക്കാം? ലൂക്ക 24:45. വിശുദ്ധ ലിഖിതങ്ങൾ ഗ്രഹിക്കാൻ തക്കവിധം അവരുടെ മനസ്സ് അവൻ തുറന്നു. ഇതും അവൻ തന്നെ തുറക്കണം. എന്തിന്? വിശുദ്ധ ലിഖിതങ്ങൾ ഗ്രഹിക്കാൻ തക്കവിധം അവരുടെ മനസ്സ് അവൻ തുറന്നു. ഈ നിമിഷങ്ങളിൽ എന്നെ ശ്രമിക്കുന്ന എന്റെ പ്രിയപ്പെട്ടവരെ, നമുക്ക് ഈ വചനം ഏറ്റു പറയാം. നമ്മുടെ മനസ്സ് തുറക്കപ്പെടട്ടെ. ദൈവിക കാര്യങ്ങൾക്കായിട്ട്, നിത്യസത്യങ്ങൾക്കായിട്ട് നമ്മുടെ മനസ്സ് തുറക്കപ്പെടട്ടെ. ലൂക്ക 24:45. വിശുദ്ധ ലിഖിതങ്ങൾ ഗ്രഹിക്കാൻ തക്കവിധം അവരുടെ മനസ്സ് അവൻ തുറന്നു. അപ്പൊ നമ്മുടെ മനസ്സ് തുറക്കപ്പെട്ടു. ഇനി ആണ് നമ്മുടെ ഹൃദയം ഈശോ തുറക്കാൻ പോകുന്നത്. അപ്പോസ്തല പ്രവർത്തനങ്ങൾ 16:14 പൗലോസ് പറഞ്ഞ കാര്യങ്ങൾ സ്വീകരിക്കാൻ കർത്താവ് അവളുടെ ഹൃദയം തുറന്നു. ഇത് ലീദിയയെ പറ്റി പറയുന്നതാണ്. അപ്പൊ പൗലോസ് ദൈവത്തിന്റെ കാര്യങ്ങൾ ഇങ്ങനെ പ്രസംഗിക്കുകയായിരുന്നു. അത് സ്വീകരിക്കാനായിട്ട് കർത്താവ് അവളുടെ ഹൃദയം തുറന്നു. അപ്പൊ ഈ നിമിഷങ്ങളിൽ ലീദിയയ്ക്ക് സംഭവിച്ചതുപോലെ തന്നെ നമുക്ക് ഓരോരുത്തർക്കും സംഭവിക്കട്ടെ. ഒരുമിച്ച് വിശ്വാസത്തോടുകൂടി നമുക്ക് ഏറ്റുപറയാം. അപ്പോസ്തല പ്രവർത്തനങ്ങൾ 16:14. പൗലോസ് പറഞ്ഞ കാര്യങ്ങൾ സ്വീകരിക്കാൻ കർത്താവ് അവളുടെ ഹൃദയം തുറന്നു.
വചനങ്ങളും പ്രമാണങ്ങളും പ്രവേശിക്കാൻ അവിടുന്ന് നിങ്ങളുടെ ഹൃദയം തുറക്കുകയും നിങ്ങൾക്ക് സമാധാനം നൽകുകയും ചെയ്യട്ടെ. അപ്പൊ ഈ നിമിഷങ്ങളില് പരിശുദ്ധാത്മാവ് നമ്മോട് സംസാരിക്കാൻ പോകുന്നത് പരിശുദ്ധ ജപമാലയെ എങ്ങനെ നോക്കിക്കാണണം, എങ്ങനെ ആ പ്രാർത്ഥന പ്രാർത്ഥിക്കണം എന്നതാണ്. എന്റെ ഒരു അഭിപ്രായത്തിൽ വിശുദ്ധ കുർബാന കഴിഞ്ഞിട്ട് കൂദാശകളുടെ ആ കൃപാവരം ഒക്കെ കഴിഞ്ഞിട്ട് നമ്മൾ വ്യക്തിപരമായി പ്രാർത്ഥിക്കുമ്പോൾ, നമ്മുടെ സമൂഹങ്ങളിൽ പ്രാർത്ഥിക്കുമ്പോൾ ഏറ്റവും ശക്തിയുള്ള പ്രാർത്ഥനയാണ് കൊന്ത, ജപമാല. കാരണം എന്താണെന്നറിയോ? ഈ ജപമാലയില് ശക്തി അടങ്ങിയിരിക്കുകയാണ്. ഒരു ആറ്റം ബോംബിൽ എങ്ങനെ ശക്തി അടങ്ങിയിരിക്കുന്നു അതുപോലെ. ഞാൻ ഒരിക്കലും ഇങ്ങനെ പ്രാർത്ഥനയിലായിരിക്കുന്ന സമയത്ത് ഈശോയുടെ രണ്ടാം വരവിനെ പറ്റി ഇങ്ങനെ ധ്യാനിച്ചിരിക്കുകയായിരുന്നു. എങ്ങനെയായിരിക്കും അവസാന വിധി, ആ സമയങ്ങളിൽ എങ്ങനെയായിരിക്കും? അപ്പോൾ എനിക്ക് ബോധ്യം എൻ്റെ ആത്മാവിൽ ലഭിക്കുകയുണ്ടായി. നമ്മൾ മരിച്ചു കഴിഞ്ഞ് ഈ ശരീരത്തിൽ നിന്ന് ആത്മാവ് വേർപെട്ട് കഴിഞ്ഞാൽ നമ്മൾ ആത്മാവിലാണ്. അതുകൊണ്ട് നമ്മൾ ആത്മാവിലായിരിക്കുമ്പോൾ നമുക്ക് ശരീരത്തിലായിരിക്കുമ്പോൾ കാണാൻ പറ്റാത്ത പലതും നമുക്ക് കാണാൻ പറ്റും. അപ്പോഴാണ് എനിക്കിങ്ങനെ എൻ്റെ ആത്മാവിനെ കാണാനായിട്ട് പറ്റി. ഈശോയുടെ ജീവിതം മുഴുവൻ ഇങ്ങനെ നിരത്തി വെച്ചിരിക്കുകയാണ്, എൻ്റെ ജീവിതം നിരത്തി വെച്ചിരിക്കുകയാണ്. അതേപോലെ ഈ ലോകത്തിലെ എല്ലാ മനുഷ്യരുടെ ജീവിതങ്ങളും ഇങ്ങനെ നിരത്തി വെച്ചിരിക്കുകയാണ്. നമ്മൾ തമാശയ്ക്ക് പറയും നമ്മുടെ കാവൽമാലാക്കിയുണ്ടല്ലോ, അങ്ങനെ ഒരു കുസൃതിയുണ്ട്. ആ കുസൃതി നമ്മുടെ കൂടെ നടന്നു, നമ്മുടെ മാതാവിന്റെ ഉദരത്തിൽ ഉരുവാകുന്ന ആ നിമിഷം മുതൽ നമ്മോട് എപ്പോഴും കൂടെയുള്ള ആ കുസൃതി ഇങ്ങനെ നടന്ന് വീഡിയോ എടുക്കുകയാണ്. നമ്മുടെ ജീവിതത്തിന്റെ ഫുൾ വീഡിയോ എടുത്തത് അവസാനം ഇങ്ങനെ നിരത്തി വയ്ക്കാൻ മാത്രം, ഡിസ്പ്ലേ ചെയ്യാൻ. ഒരു കാര്യം മാത്രം അതിലില്ല. എന്താണത്? നമ്മൾ കുമ്പസാരിച്ച് ഏറ്റുപറഞ്ഞിട്ട് ക്ഷമിക്കപ്പെട്ട പാപങ്ങൾ അതിലില്ല. അപ്പോൾ ഇന്ന് മുതൽ നമുക്ക് കൂടെ കൂടെ നല്ല കുമ്പസാരം നടത്താം. കാരണം ഇപ്പോൾ നമുക്ക് മാത്രമേ കാണാനുള്ളൂ, പിന്നീട് എല്ലാവർക്കും കാണാൻ പറ്റും. അപ്പോൾ നമ്മൾ അതിന്റെ ജ്ഞാനം ഉപയോഗിച്ചിട്ട് ഇപ്പൊ തന്നെ കുമ്പസാരിച്ച് നല്ല വൃത്തിയായി വെടുപ്പായി നടക്കാനായിട്ട് ശ്രമിക്കാം. അപ്പോൾ പരിശുദ്ധ ജപമാലയുടെ ഒരു പ്രാധാന്യം ഇവിടെയാണ് ഈശോ എന്നെ പഠിപ്പിച്ചത്. ഈശോ പറഞ്ഞു, ഈ ലോകത്തിൽ ജീവിച്ചിരിക്കുമ്പോൾ തന്നെ എന്റെ ജീവിതം ഇങ്ങനെ നിരത്തി വെച്ചിട്ടുണ്ട്. നിങ്ങൾക്ക് നിങ്ങളുടെ സ്വന്തമായി ഒന്നും ചെയ്യാൻ പറ്റുകയില്ല. വചനം പറയുന്നല്ലോ, എന്നെ കൂടാതെ നിങ്ങൾക്ക് ഒന്നും ചെയ്യാൻ കഴിയുകയില്ല. എന്നാൽ എന്നെ ശക്തനാക്കുന്നവരിലൂടെ എല്ലാം ചെയ്യാൻ എനിക്ക് സാധിക്കും. അപ്പോൾ ഈശോ സ്വർഗത്തിൽ നിന്ന് നമ്മുടെ ഇടയിലേക്ക് ഇറങ്ങി വന്നത്, എമ്മാനുവേലായിട്ട് ഇറങ്ങി വന്നത് എങ്ങനെ ജീവിക്കണമെന്ന് കാണിച്ചു തരാൻ, പിതാവിലേക്ക് എങ്ങനെ പോകണം എന്ന് കാണിച്ചു തരാൻ, പിതാവിലേക്കുള്ള വഴി ഇതാണ് മക്കളെ എന്ന് പറയാൻ. ഈശോയുടെ മുഴുവൻ ജീവിതവും നമ്മുടെ മുമ്പിലുണ്ട്. ഗബ്രിയേൽ മാലാഖ പരിശുദ്ധാമ്മയുടെ അടുത്ത് വന്ന് ആ ദൈവത്തിന്റെ സന്ദേശം അറിയിച്ച നിമിഷം മുതൽ ഈശോയുടെ സ്വർഗാരോഹണം വരെ ഫുൾ ഇങ്ങനെ നിരത്തി വെച്ചിരിക്കുകയാണ്. എന്തിനാണത്? അതിന്റെ ആവശ്യം എന്താണ്? എന്റെ ജീവിതം പൂർണ്ണമല്ല, എനിക്ക് എന്റെ ഈശോയെ ആവശ്യമുണ്ട്. അതുകൊണ്ട് ഈശോയുടെ ജീവിതത്തിലെ ഓരോ രഹസ്യങ്ങളും ഞാൻ എന്റെ ജീവിതത്തിലേക്ക് ഏറ്റുവാങ്ങണം. എനിക്ക് എന്റേതായ ഒരു ശക്തിയുമില്ല. ഞാൻ വെറും പൊടിയാണ്, ഒരു പിടി പൊടി മാത്രം, ചാരം ഒന്നുമല്ല. ദൈവത്തിന്റെ ചൈതന്യം എന്നിൽ നിറയുമ്പോഴാണ്, ദൈവത്തിന്റെ കൃപ എന്നിൽ പ്രവർത്തിക്കുമ്പോഴാണ് എനിക്ക് എന്തെങ്കിലുമൊക്കെ ചെയ്യാനായിട്ട് പറ്റുന്നത്. എന്റെ മൂത്ത ആങ്ങള തളർന്നു കിടക്കുമ്പോൾ എനിക്കിത് വ്യക്തമായിട്ട് കാണാനായിട്ട് പറ്റി. നമുക്ക് നമ്മുടെ ഒരു കൈവിരലിന്റെ ഒരു അറ്റം പോലെ അനക്കാനായിട്ട് പറ്റില്ല. അത് ദൈവകൃപ കൊണ്ടാണ് നമ്മൾ നടക്കുന്നത്, നമ്മൾ കാര്യങ്ങൾ ചെയ്യുന്നത് എല്ലാം ദൈവകൃപ കൊണ്ടാണ്. അപ്പോൾ ഈശോയുടെ ജീവിതത്തിലെ രഹസ്യങ്ങൾ നിരത്തി വെച്ചിരിക്കുന്നത് അതിൽ നിന്ന് ഓരോന്നും എടുത്ത് നമ്മുടെ ജീവിതത്തിൽ പകർത്താൻ. അപ്പോൾ എന്താവും? നമ്മുടെ ജീവിതവും സാവധാനം മെല്ലെ മെല്ലെ പതിയെ പതിയെ ഈശോയുടെ പോലെ ആയെങ്കിലും ഈശോയോട് നാം അനുരൂപപ്പെടും. ഇതാണ് നമ്മൾ ചെയ്യേണ്ടത് നമ്മൾ മരിക്കുന്നതിന് മുമ്പ്. അപ്പോഴാണ് അവസാന വിധിയിൽ ഒരുവിധം കാണാൻ തക്ക അത്ര യോഗ്യതയിൽ നമ്മുടെ ജീവിതം ആയിരിക്കും. വെളിപാടിന്റെ പുസ്തകത്തിൽ ഒരു
പരിശുദ്ധി നിറഞ്ഞ ദൈവത്തിനെ കാണുവാൻ നമുക്കും പരിശുദ്ധി വേണം. വചനം നമ്മെ പഠിപ്പിക്കുന്നുണ്ട്. ഹൃദയശുദ്ധിയുള്ളവർ ഭാഗ്യവാന്മാർ, എന്തെന്നാൽ അവർ ദൈവത്തെ കാണും. അതുകൊണ്ട് പരിശുദ്ധ ജപമാലയിൽ നമ്മൾ എന്താണ് ചെയ്യുന്നത്? 20 രഹസ്യങ്ങൾ നിരത്തി വെച്ചിരിക്കുകയാണ് നമുക്കായിട്ട്. ഈ രഹസ്യങ്ങളിലാണ് ക്രിസ്തീയ ജീവിതത്തിന്റെ ശക്തി അടങ്ങിയിരിക്കുന്നത്. ആ രഹസ്യങ്ങളിൽ നിന്ന് നമ്മിലേക്ക് ആ ശക്തി ഒഴുകാതെ നമുക്ക് എങ്ങനെ ഒരു ക്രിസ്ത്യാനിയായിട്ട് ജീവിക്കാനായിട്ട് പറ്റും? എങ്ങനെ ഒരു നല്ല സന്യാസിയായിട്ട് പ്രശോഭിക്കാനായിട്ട് സാധിക്കും? എങ്ങനെ ഒരു നല്ല വൈദികനായി നല്ലൊരു മെത്രാനായി ഈശോയ്ക്ക് വേണ്ടി സാക്ഷ്യം വഹിച്ച് വിശുദ്ധിയുടെ പരിമളം പരത്തുവാനായിട്ട് സാധിക്കും? അതുകൊണ്ട് ഉദാഹരണത്തിന് ആദ്യത്തെ ഒന്നാമത്തെ സന്തോഷ രഹസ്യം എടുക്കുമ്പോൾ പരിശുദ്ധ അമ്മയുടെ അടുത്തേക്ക് ഗബ്രിയേൽ ദൂതൻ വരികയാണ്. ആരുടെ സന്ദേശമായിട്ട്? പിതാവായ ദൈവത്തിന്റെ സന്ദേശവുമായിട്ട്. അപ്പോൾ പറയുകയാണ്, നന്മ നിറഞ്ഞ മറിയമേ സ്വസ്തി, കർത്താവ് നിന്നോടുകൂടെ എന്ന് ഗബ്രിയേൽ ദൂതൻ പറയുമ്പോൾ നമ്മളിത് പരിശുദ്ധ ജപമാലയിൽ ധ്യാനിക്കുമ്പോൾ നമ്മൾ ആരുടെ വാക്കുകളാണ് ധ്യാനിക്കുന്നത്? ആരുടെ വാക്കുകളാണ് പറയുന്നത്? പിതാവായ ദൈവത്തിന്റെ. നന്മ നിറഞ്ഞ മറിയമേ സ്വസ്തി, കർത്താവ് നിന്നോടുകൂടെ. അത് കഴിഞ്ഞ് ഓരോ രഹസ്യത്തിലും 10 പ്രാവശ്യം നമ്മൾ ഈ നന്മ നിറഞ്ഞ മറിയമേ എന്നുള്ള ഈ പ്രാർത്ഥന നമ്മൾ ആവർത്തിക്കുമ്പോൾ പിതാവായ ദൈവത്തിന്റെ ശക്തി നിറഞ്ഞ, അഭിഷേകം നിറഞ്ഞ ആ വാക്കുകൾ തന്നെയാണ് നമ്മൾ നമ്മുടെ നാവ് കൊണ്ട് ആവർത്തിക്കുന്നത്. നമ്മുടെ വാക്കിന് ശക്തിയില്ല. ദൈവത്തിന്റെ വാക്കുകൾ നമ്മൾ ഉരുവിടുമ്പോൾ നമ്മൾ ശക്തിയുള്ളവരായിട്ട് തീരുന്നു. അപ്പോൾ ഈ ഒന്നാം രഹസ്യം നമ്മൾ ചൊല്ലി പ്രാർത്ഥിച്ച് അതിനെപ്പറ്റി ധ്യാനിച്ച് അത് നമ്മുടെ നിയോഗങ്ങൾക്ക് വേണ്ടി സമർപ്പിക്കുമ്പോൾ എന്തുണ്ടാകുന്നു? ആ ഒന്നാമത്തെ രഹസ്യത്തിന്റെ, ആ രക്ഷാകര രഹസ്യത്തിന്റെ ആ വലിയ ഒരു ആ സന്ദർഭത്തിന്റെ സകല ശക്തിയും എന്നിലേക്കും ഞാൻ അർപ്പിക്കുന്ന നിയോഗങ്ങളിലേക്കും ഒഴുകുകയാണ്. പിന്നെ നന്മ നിറഞ്ഞ മറിയമേ എന്നുള്ള പ്രാർത്ഥനയുടെ രണ്ടാമത്തെ ഭാഗം എലിസബത്ത് പരിശുദ്ധാത്മാവിനാൽ നിറഞ്ഞിട്ട് പറയുന്നതാണ്. അത് നമ്മൾ ആവർത്തിക്കുമ്പോൾ നമ്മൾ പരിശുദ്ധാത്മാവിന്റെ വാക്കുകളല്ലേ ആവർത്തിക്കുന്നത്? അതെ, അതിന് ശക്തിയില്ലേ? ഉണ്ട്. ഇനി രണ്ടാമത്തെ രഹസ്യം, പരിശുദ്ധാത്മാവിനാൽ നിറഞ്ഞിട്ട് ഓടുകയാണ് എലിസബത്തിന്റെ അടുത്തേക്ക്. അമ്മയുടെ അഭിവാദനം കേട്ടപ്പോൾ തന്നെ എലിസബത്തിന്റെ ഉള്ളിലിരിക്കുന്ന കുഞ്ഞ് പരിശുദ്ധാത്മാവിനാൽ നിറഞ്ഞു. എന്നിട്ട് നമ്മൾ ഈ രഹസ്യം ധ്യാനിച്ച് പ്രാർത്ഥിക്കുമ്പോൾ നമ്മളിലേക്കും നമ്മൾ അർപ്പിക്കുന്ന നിയോഗങ്ങളിലേക്കും ആ ശക്തി, അഭിഷേകം ഒഴുകുകയാണ്. ഇതൊക്കെ നമ്മൾ ധ്യാനിച്ച് പ്രാർത്ഥിക്കുകയാണെങ്കിൽ കൊന്ത ചൊല്ലി പ്രാർത്ഥിക്കുന്നത് എത്ര ഇൻട്രസ്റ്റിംഗ് ആവുമെന്ന് നമുക്കറിയാമോ? ആവണം. ഇന്നു മുതൽ അങ്ങനെ തന്നെയാവും. ഈ മൂന്നാമത്തെ രഹസ്യം എടുക്കുകയാണെങ്കിൽ ഈശോയുടെ ജനനം. ദൈവമായ ഈശോ മനുഷ്യനായിട്ട് അവതരിക്കുകയാണ്. എത്രയോ ശക്തി നിറഞ്ഞ രഹസ്യം, എത്രയോ ശക്തി നിറഞ്ഞ രഹസ്യം. നമ്മളിത് ധ്യാനിച്ചിട്ട് ആ രംഗം ഒന്ന് ചിന്തിച്ചിട്ട് നമ്മൾ ഈ കൊന്ത ചെല്ലുകയാണെങ്കിൽ അതിന്റെ ശക്തി നമ്മളിലേക്ക് ഒഴുകും. നമ്മൾ ഉള്ളിൽ ശക്തിയുള്ളവരായിട്ട് തീരും, സന്തോഷമുള്ളവരായിട്ട് തീരും, പരിശുദ്ധാത്മാവിന്റെ സകല ഫലങ്ങളും നിറഞ്ഞവരായിട്ട് തീരും. സ്നേഹം, സമാധാനം, ആനന്ദം, ക്ഷമ, ദയ, നന്മ, വിശ്വസ്തത, സൗമ്യത, ആത്മസംയമനം, ജ്ഞാനം, വിവേകം, വിശ്വാസം, ശരണം, എല്ലാം കൊണ്ട് നമ്മൾ നിറയും. ഇനിയിപ്പോ നാലാമത്തെ സന്തോഷ രഹസ്യം എടുക്കുകയാണെങ്കിൽ ഈശോയെ ദേവാലയത്തിൽ സമർപ്പിക്കുന്നു. വിശുദ്ധ യോസേപ്പിതാവും പരിശുദ്ധ അമ്മയും ദൈവം തന്നെയാണ്, എന്നാൽ മനുഷ്യനായ ഈശോയെ ദേവാലയത്തിൽ സമർപ്പിക്കുന്നു മാതാപിതാക്കൾ. നമ്മൾ ഇത് തുടക്കത്തിൽ ഇങ്ങനെ ഒരു രംഗം മാത്രമേ നമുക്ക് ഓർമ്മ വരികയുള്ളൂ. ദേവാലയത്തിൽ ഇങ്ങനെ പോയി അവര് സമർപ്പിക്കുന്നു. നമ്മൾ ഈ കൊന്ത എന്നും മുടങ്ങാതെ വിശ്വസ്തയോടുകൂടി ഇങ്ങനെ ധ്യാനിച്ച് ചെല്ലുകയാണെങ്കിൽ നമുക്ക് കാണാൻ പറ്റും, കുറച്ച് ദിവസങ്ങൾ കഴിഞ്ഞ്, കുറച്ച് ആഴ്ചകൾ കഴിഞ്ഞ് പരിശുദ്ധാത്മാവ് തന്നെ ഓരോ രംഗങ്ങൾ, ഓരോ രഹസ്യത്തിന്റെയും രംഗങ്ങൾ
നമുക്ക് ഈ കൊന്ത ആത്മാവിൽ ചെല്ലാനായിട്ട് പറ്റും. ആത്മാവിന്റെ തലത്തിൽ പരിശുദ്ധാത്മാവിനോട് ലയിച്ചു ചേർന്ന് കൊന്ത ചെയ്ത് പ്രാർത്ഥിക്കാൻ പറ്റും. ഞാൻ കേട്ടിട്ടുണ്ട് ചിലരൊക്കെ പറയുന്നത് കൊന്ത വീട്ടമ്മമാരുടെ ഒരു പ്രാർത്ഥനയാണ്, അല്ലെങ്കിൽ പണിയില്ലാത്തവരുടെ, പ്രാർത്ഥിക്കാൻ അറിയാത്തവരുടെ, തുടക്കക്കാരുടെ ഒരു പ്രാർത്ഥനയാണെന്ന് എനിക്ക് കേട്ടിട്ടുണ്ട്. ശരിയല്ല അത്. കൊന്ത വാചികമായിട്ട് നമുക്ക് ചൊല്ലി പ്രാർത്ഥിക്കാം, മെഡിറ്റേഷൻ ചെയ്യാം, കോൺടെംപ്ലേഷൻ ചെയ്യാം. ദ ഹൈയസ്റ്റ് ഫോം ഓഫ് പ്രേയർ, കോൺടെംപ്ലേഷൻ. അതിന് ആദ്യം വാചികമായി നമ്മൾ ചൊല്ലി തുടങ്ങണം. ഒറ്റയടിക്ക് കോൺടെംപ്ലേഷൻ ചെയ്യാനായിട്ട് പറ്റുമെന്ന് എനിക്ക് തോന്നിയില്ല. ഈ മിസ്റ്റിക്സ് ആയിട്ട് ഉയർന്നിട്ടുള്ള വിശുദ്ധര് ഇങ്ങനെ വാചികമായിട്ടാണ് തുടങ്ങിയിരിക്കുന്നത്. ബൈബിളിൽ പറഞ്ഞിട്ടുള്ള നിത്യസത്യങ്ങൾ അവര് പ്രാവർത്തികമാക്കാൻ നോക്കി. അങ്ങനെയാണ് ധ്യാനത്തിന്റെ ലെവലിലെത്തി. പിന്നെ ധ്യാന യോഗം കോൺടെംപ്ലേഷൻ ലെവലിലെത്തുന്നു. അപ്പൊ ഇപ്പൊ ഒരാളോട് പറയുകയാണ്, ഞാൻ കൊന്തയൊന്നും ചൊല്ലി പ്രാർത്ഥിക്കുന്നില്ല, ഞാൻ ഉയർന്ന പ്രാർത്ഥനകളാണ് പ്രാർത്ഥിക്കുന്നതെന്ന് പറഞ്ഞാൽ ഞാൻ വിശ്വസിക്കുകയില്ല. ഒരാളുടെ ആത്മീയത തിരിച്ചറിയാൻ പറ്റുന്നത് അയാൾ എത്രമാത്രം ആഴത്തിന് ജപമാല ചൊല്ലി പ്രാർത്ഥിക്കുന്നു എന്നതിനെ അടിസ്ഥാനമാക്കിയാണ്. അതിന്റെ ജപമാല എന്താണെന്ന്, അതിന്റെ ശക്തി എന്താണെന്ന്, അതിന്റെ കൃപയും അഭിഷേകവും എന്താണെന്ന് നമ്മൾ നമ്മുടെ ആത്മാവിൽ മനസ്സിലാക്കേണ്ടിയിരിക്കുന്നു. നമുക്ക് നമ്മുടെ മനസ്സിൽ ഒത്തിരി കാര്യങ്ങൾ അറിയാം, ഒത്തിരി ആൾക്ക് മനസ്സിന്റെ ലെവലില് അതുപോലെ ആത്മാവിലാണ് നമ്മൾ സ്വർഗത്തിന്റെ സത്യങ്ങൾ അറിയേണ്ടത്. ഇനി അഞ്ചാമത്തെ സന്തോഷ രഹസ്യം എടുക്കുകയാണെങ്കിൽ ഈശോയെ കാണാതാകുന്നു. ഈശോ മാതാപിതാക്കളോട് പറയുന്നുണ്ട്, ഞാൻ എന്റെ പിതാവിന്റെ ഭവനത്തിലായിരിക്കേണ്ടവനല്ലേ. അപ്പൊ മനുഷ്യരായ നമുക്കും നമ്മൾ ആകുലതയും ഉൾക്കൊണ്ടേക്കായി ഓടി നടക്കേണ്ടവരല്ല. നമ്മുടെ പിതാവായ ദൈവത്തിന്റെ ഭവനത്തിലായിരിക്കേണ്ടവരാണ്. എന്നിട്ട് ആ പിതാവ് പറയുന്നത് പോലെ പറയുന്നത് മാത്രം ചെയ്യേണ്ടവരാണ്. നമ്മൾ എത്രമാത്രം നന്മ നല്ലത് ചെയ്യുന്നു എന്നുള്ളതല്ല, ആ നന്മ ആ നല്ലത് ദൈവത്തിന്റെ ഇഷ്ടപ്രകാരമാണോ അല്ലയോ എന്ന് ഓരോ നിമിഷവും നമ്മൾ വിലയിരുത്തണം. എന്നാലേ അത് ദൈവസന്നിധിയിൽ പ്രീതികരമായിട്ട് മാറുകയുള്ളൂ എന്ന് നമുക്കറിയാം. ഇനിയിപ്പോ ഒന്നാം പ്രകാശത്തിന്റെ രഹസ്യം എടുക്കുകയാണെങ്കിൽ ഈശോയുടെ ആ ജ്ഞാനസ്നാനം. ഈശോയ്ക്ക് ഒരു പാപമില്ലായിരുന്നു, പാപം ഒഴികെ ബാക്കി എല്ലാറ്റിലും മനുഷ്യരെ പോലെ. എന്നിട്ടും ഈശോ നമ്മോടുകൂടി ഐഡന്റിഫൈ ചെയ്യാൻ വേണ്ടിയിട്ട് ആ മാമോദീസ യോഹന്നാനിൽ നിന്ന് സ്വീകരിച്ചു. സ്വർഗം തുറക്കപ്പെട്ടു. പിതാവ് പുത്രനും പരിശുദ്ധാത്മാവും ഒന്നിക്കുന്ന ആ അവസരം, അതിന്റെ ശക്തി എന്താണ്? നമ്മൾ കൊണ്ടു ചെല്ലുമ്പോൾ ഇത് ധ്യാനിച്ചിട്ട് ചെല്ലുകയാണെങ്കിൽ അതിന്റെ ശക്തി, അഭിഷേകം നമ്മിൽ നിറയാതെ പറ്റില്ല. രണ്ടാമത്തെ പ്രകാശത്തിന്റെ രഹസ്യം, കാനായിലെ കല്യാണത്തിന് വെള്ളം വീഞ്ഞാക്കപ്പെടുന്നു. നമ്മുടെ ജീവിതത്തിൽ ഒത്തിരി വെള്ളങ്ങളുണ്ട്, വീഞ്ഞാക്കപ്പെടേണ്ട വെള്ളങ്ങൾ എന്ന് വെച്ചാൽ ഭൗതികമായിട്ടുള്ളത് ആത്മീയ തലത്തിലേക്ക് ഉയരേണ്ടതായിട്ടുള്ള ഒത്തിരി കാര്യങ്ങൾ നമ്മുടെ ജീവിതത്തിലുണ്ട്. നമ്മുടെ ജഡിക മനസ്സ് ആത്മീയ മനസ്സായിട്ട് മാറേണ്ടതുണ്ട്. നമ്മുടെ ജഡിക മനുഷ്യൻ ആത്മീയ മനുഷ്യനായിട്ട് മാറേണ്ടതുണ്ട്. അതിന് പരിശുദ്ധ അമ്മയുടെ മധ്യസ്ഥത്തില് ഈശോ തന്നെ മാറ്റണം, നമ്മളെ വിട്ടുകൊടുക്കണം. എന്നിട്ട് നമ്മൾ ഈ രഹസ്യത്തിലും എന്തെങ്കിലും നിയോഗം വെക്കുകയാണ്, ഭൗതികമായിട്ടുള്ളതോ ആത്മീയമായിട്ടുള്ളതോ, ആ നിയോഗങ്ങളിലേക്ക് ഇതിന്റെ ശക്തി, സ്വർഗം തുറക്കപ്പെട്ട് അവിടെ നിന്ന് വരുന്ന ആ ശക്തി ഒഴുകും ദൈവമക്കളെ. മൂന്നാമത്തെ പ്രകാശത്തിന്റെ രഹസ്യം, ഈശോ ദൈവരാജ്യം പ്രസംഗിക്കുകയാണ്. ഈശോ പറഞ്ഞ വാക്കിന്, ഓരോ വാക്കിന് എന്തൊരു ശക്തിയായിരുന്നു. വചനം പറയുന്നല്ലോ, ഈശോ നടന്നു പോകുമ്പോൾ ശക്തി ഇങ്ങനെ ഒഴുകുകയായിരുന്നു, പ്രവഹിക്കുകയായിരുന്നു. രക്തസ്രാവക്കാരി സ്ത്രീ തൊട്ടപ്പോ ശക്തി ഒഴുകി, വിശ്വാസത്തോടുകൂടി തൊട്ടപ്പോ. നമ്മൾ ഈ രഹസ്യം ധ്യാനിച്ച് കൊണ്ടു ചെല്ലുമ്പോൾ നമ്മൾ വിശ്വാസത്തോടുകൂടി തൊടുകയാണ് ഈശോയുടെ ശക്തിയെ. അതിങ്ങോട്ട് ഒഴുകും, വേറെ എവിടെയും പോകത്തില്ല. നാലാമത്തെ പ്രകാശത്തിന്റെ രഹസ്യം, ഈശോയുടെ
അഞ്ചാമത്തെ പ്രകാശത്തിന്റെ രഹസ്യം വിശുദ്ധ കുർബാനയുടെ സ്ഥാപനം. വിശുദ്ധ കുർബാനയിൽ എന്താണ് ശരിക്കും സംഭവിക്കുന്നതെന്ന് നമുക്കറിയാമെങ്കിൽ കണ്ണുനീരൊഴുക്കാതെ നമ്മൾ അവിടെ നിൽക്കില്ല. കൂതാശയുടെ കൂതാശ വിശുദ്ധ കുർബാന, സഭ നമുക്ക് തന്നിട്ടുള്ള ഏറ്റവും വലിയ സമ്മാനം. ഈശോ പറയുന്നുണ്ട്, പത്രോസേ, നീ പാറയാകുന്നു, ഈ പാറമേൽ ഞാൻ എന്റെ സഭ പണിയും, നരകവാതിലുകൾ അതിനെതിരായി പ്രബലപ്പെടുകയില്ല. സഭയിലാണ് നാം ഏറ്റവും സുരക്ഷിതർ. നമുക്കറിയാം നോഹയുടെ പെട്ടകത്തിനെ പറ്റി. പെട്ടകത്തിൽ പ്രവേശിച്ചവരെല്ലാം ചുറ്റുമുണ്ടായിരുന്ന പ്രളയത്തിൽ നിന്നൊക്കെ രക്ഷപ്പെട്ടു, സുരക്ഷിതരായി. ഈശോ വഞ്ചിയിൽ പോകുമ്പോൾ കൊടുങ്കാറ്റടിക്കുന്ന രംഗം നമുക്കറിയാം. വഞ്ചിയിൽ ഈശോയുടെ കൂടെ ആയിരിക്കുമ്പോൾ നമ്മൾ സുരക്ഷിതരാണ്. പരിശുദ്ധ കത്തോലിക്ക സഭയാണ് ഏറ്റവും സുരക്ഷിതമായിട്ടുള്ള സ്ഥാനം. ഇവിടെ